എല്ലാവർക്കും ഫിലിം സോങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 7 സുന്ദര രാത്രികൾ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യാം. മാനസ സരസിൽ റിഗാരി സാരി ഗപ്പപ്പ റിഗാരി സാരി ഗപ്പപ്പ റിഗാരി സാരി ഗപ്പപ്പ മാനസ സരസിൽ റിഗാരി സാരി ഗപ്പപ്പ മാനസ സരസിൽ പറന്നിറങ്ങിയ പദാഗ പാപ്പ പദാഗ പാപ്പ പദാഗ പാപ്പ പറന്നിറങ്ങിയ മരാള പദാദാന്ന് വരും. പദാദ മരാള പദാദ ദ പദാദ കന്യകളെ ദ പദാദ സദ സദ പദ പഗ കന്യകളെ. ഒരു സ്വരം കൂടി. ദ പദാദ സദ സദ പദ പഗ കന്യകളെ. മനോഹ മനോഹ ഗപ്പരിഗ മനോഹ ഗപ്പരിഗ ഗപ്പരിഗ മനോഹര ഗപ്പരിഗ പഗ മനോഹര ഗപ്പരിഗ പഗ മനോഹര ഗികളെ ദദപ ഗപ്പരിഗ പഗ ദദപ മനോഹര ഗികളെ ഗപ്പരിഗ പഗ ദദപ മനോഹര ഗികളെ. മനസ്സിലാകുന്നുണ്ടോ? മനോഹര ഗികളെ ഗപ്പരിഗ പഗ ദദപ. അടുത്തത് നിങ്ങടെ ദപഗരി നിങ്ങടെ ദപഗരി നിങ്ങടെ പവിഴ റിഗഗസ പവിഴ റിഗഗസ ദപഗരി റിഗഗസ നിങ്ങടെ പവിഴ ദപഗരി റിഗഗസ നിങ്ങടെ പവിഴ ദപഗരി റിഗഗസ ദപഗരി റിഗഗസ ദപഗരി റിഗഗസ നിങ്ങടെ പവിഴ ദപഗരി റിഗഗസ നിങ്ങടെ പവിഴ ചുണ്ടിൽ നിന്നൊരു സരിഗരി സദദപ സരിഗരി സധ ധപ ചുണ്ടിൽ നിന്നൊരു സരിഗരി സദദപ ചുണ്ടിൽ നിന്നൊരു സരിഗരി സദദപ ചുണ്ടിൽ നിന്നൊരു സരിഗരി സദദപ ചുണ്ടിൽ നിന്നൊരു മംഗള പഗ പപ്പ പഗ പപ്പ ബേസ് ചോട്ട് കുത്ത് വേണം. പഗ പപ്പ മംഗള മംഗള പഗ പപ്പ പഗ പപ്പ പത്രമെനിക്കു തരൂ ദസരി സാസ സ ധാസരി ധാസരി സാസ സ മംഗള പത്രമെനിക്കു തരൂ പഗ പപ്പ ദസരി സാസ സ പഗ പപ്പ ദസ
സരി സാ സ സ സ. മംഗളപത്രമെനിക്കു തരൂ, ഈ പൂ ഈ പൂ. അവിടെ രിഗ രിഗ ഗരിസ. ഈ പൂ ഈ പൂ. മനസ്സിലാവുന്നുണ്ടോ? രിഗ രിഗ ഗരിസ, രിഗ രിഗ ഗരിസ. ഈ പൂ ഈ പൂ, ഇത്തിരി പൂ ഇത്തിരി. രീഗഗപ്പ രീഗഗപ്പ രീഗഗപ്പ. ഇത്തിരി പൂ രീഗരിസ പൂ. രീഗഗപ്പ. അവിടെ ഇത്തിരി രീഗഗപ്പ രീഗരിസ. രീഗഗപ്പ 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 രീഗരിസ. ഇത്തിരി പൂ 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 രീഗരിസ. ഇത്തിരി രീഗഗസ രീഗരിസ. ഇത്തിരി പൂ. ഓക്കെ. പകരമി സരിരിരി പകരമി സരിരിരി പകരമി പൂവ് തരാം. രീഗ രീ പഗ പഗ സ രീ പഗ പഗ രീ പഗ പഗ രി സ സ. പൂവ് പൂവ് തരാം. രീ പഗ പഗ രി സ സ. പകരമി സരിരിരി സരിരിരി പൂവ് തരാം. പകരമി രീ പഗ പഗ രി സ സ. പൂവ് തരാം. രീ പഗ പഗ രി സ സ. പൂവ് തരാം. പിന്നെ ഏഴ് സുന്ദര രാത്രികൾ അങ്ങനെ പാടി ലാസ്റ്റ് എന്ത് ചെയ്യണം? ഏഴ് സുന്ദര രാത്രികൾ. അവിടെ സാരിസ. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കും കേട്ടോ. നമ്പർ ഒന്ന് പറയാം. അത് വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും അധികം അഭിപ്രായങ്ങളൊന്നും പറയാൻ നിങ്ങൾ വിളിക്കരുത്. കാരണം ഞാൻ ഈ നമ്പറിലാണല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇത് വാട്സപ്പ് നമ്പറാണ്, ഇതിലാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ അത്ര ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിക്കാം. ഇതിലും വിളിക്കാം എപ്പോഴെങ്കിലുമൊക്കെ. അഥവാ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വിളിക്കാതെ നിൽക്കണ്ട. ഞാൻ ക്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാൽ മതി. വേറെ ഒന്നും ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്നും തോന്നരുത്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കമൻറ്റ് ഇട്ടാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വായിച്ചിട്ടൊക്കെ കുറേ കമൻറ്റുകൾ എനിക്ക് പറയാനുണ്ട്. അത് ഒരുപാട് പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട്. അതൊക്കെ ഇപ്പം എനിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം ഇതാണ്. ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാണല്ലോ നമ്മൾ. ഇപ്പോൾ കിട്ടുന്ന സമയമല്ലേ നമുക്കിത് പറ്റുള്ളൂ. കിട്ടുന്ന സമയം തന്നെ മാക്സിമം ഞാൻ ഇടാൻ നോക്കുന്നുണ്ട്. ഹാർമോണിയം ക്ലാസ്സും ഞാൻ മെല്ലെ മെല്ലെ ഇട്ട് തരുന്നുണ്ട്. ഹാർമോണിയം ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്, കുറേശ്ശെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാണ്ടെങ്കിൽ കർണാടക സംഗീതത്തിൻ്റെ ക്ലാസ് വിടണം, അതും ഞാൻ ചെയ്യും. നമ്മൾക്ക് ജീവിതം മുന്നോട്ട് പോകണമല്ലോ, ഒരു കുടുംബം നോക്കണമല്ലോ, കുടുംബത്തിനോടൊരു കടപ്പാടുണ്ടല്ലോ നമുക്ക്. അത് കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടി നമ്മുടെ കുടുംബം ഒന്ന് നേരെ സെറ്റപ്പ് ആകുമ്പോഴല്ലേ ഉള്ളൂ നമുക്ക് ഇതിനൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. കുടുംബം കൃത്യമായി, കുടുംബത്തെ നമ്മൾ വളരെ ബഹുമാനിച്ച് പ്രാർത്ഥിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. നമുക്ക് ഒരുപാട് ദൗത്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒരു ഇത്തിരി സമയം കിട്ടുമ്പോഴാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒരു ഇത്തിരി സമയം അല്ലേ നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂർ എനിക്ക് ഇത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് വരുമാനം വേണ്ടേ, വരുമാനം അത് വെച്ച് ജീവിച്ച് പോകണ്ടേ. അപ്പം അതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കുന്നത്. ഞാൻ ചെയ്യാം. കുറേ പാട്ടുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, ഒരുപാട് പാട്ടുകളുണ്ട്. അതൊക്കെ ചെയ്യാമെന്നൊരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഓക്കെ. ശബ്ദം കുറവുണ്ട്, കുറച്ച് ആരോ വന്നിട്ടുണ്ട്, ശബ്ദം കുറവുണ്ട് എനിക്ക്. അതുകൊണ്ട് ചെറുങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേരിയേഷൻ കാണും. ടോപ്പിലേക്ക് എടുക്കുമ്പോൾ നല്ലോണം ശബ്ദം, പിന്നെ ഒരു ത്രോട്ട് അടുപ്പുണ്ട്. അതാണ് ടോപ്പിലേക്ക് പോകുമ്പോൾ പ്രയാസമുണ്ട് എനിക്ക്. അത് നിങ്ങൾ എന്താ പറയുക, ക്ഷമിക്കുക. അത്രയും മലയാള കന്യകൾ എന്നൊക്കെ പറയുമ്പോൾ ചെറുങ്ങനെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. നല്ലോണം അടപ്പുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മഞ്ഞൊക്കെ ആയി, പിന്നെ കൊറോണൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ.
അതെല്ലാം കൂടിയാണ്. അതൊന്നും നമ്മൾ മുന്നോട്ട് അതൊന്നും ചിന്തിക്കണ്ട. നമ്മൾ മുന്നോട്ട് എടുത്ത് പോയേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല ശുദ്ധ മനസ്സാക്കി വെക്കുക. എപ്പോഴും എനിക്ക് പറയാനുള്ളത്, മനസ്സ് ശുദ്ധമായിട്ടില്ലെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാവില്ല. അപ്പം മനസ്സ് ശുദ്ധമാക്കി വെക്കുക. എന്നിട്ട് സംഗീതം പ്രാക്ടീസ് ചെയ്ത് നോക്കി 100% വിജയിക്കും. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നമ്പർ ഒന്നുകൂടി ഞാൻ പറയാം. 9567811446 94 96 52 14 46. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.